നിങ്ങളാണ് താരം. with RJ Shiffin. ഖത്തർസ് നമ്പർ 1 റേഡിയോ സ്റ്റേഷൻ മലയാളം 98.6 നിങ്ങളാണ് താരം തുടങ്ങുകയാണ്. ഷിഫിൻ കൂടെയുണ്ട്. എന്റെ കൂടെ ഇന്ന് താരമായിട്ട് മിസ്റ്റർ നിവാസ് ഹനീഫയാണ്. അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ സുപ്രീം കമ്മിറ്റി ഫോർ ഡെലിവറി ആൻഡ് ലെഗസി സീനിയർ മാനേജർ ഡാറ്റ മാനേജ്മെന്റ്, അതോടൊപ്പം തന്നെ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ഒരു മൂവിയുടെ പ്രൊഡ്യൂസറാണ്. ഏതാണ് മൂവി എന്ന് ഞാനിപ്പോ പറയുന്നില്ല, കുറച്ചുകൂടി കഴിഞ്ഞിട്ടായിരിക്കും പറയുന്നത്. അതോടൊപ്പം തന്നെ മീഡിയ വണ്ണിന്റെ സല്യൂട്ട് ദ ഹീറോസ് അവാർഡൊക്കെ ഇപ്പോ സ്വന്തമാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ താരം മിസ്റ്റർ നിവാസ് ഹനീഫയാണ്. ഹലോ 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 യെസ്. സിനിമയുടെ കാര്യം നമ്മളിപ്പോ പറയുന്നില്ല, അതൊരു സസ്പെൻസ് ആയിരിക്കട്ടെ. ഓക്കെ, ആ സിനിമയും ഒരു സസ്പെൻസ് ആയിരുന്നു, പ്രത്യേകിച്ച് ക്ലൈമാക്സ്. ഓക്കെ, അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞു സുപ്രീം കമ്മിറ്റി ഫോർ ഡെലിവറി ആൻഡ് ലെഗസിയുടെ സീനിയർ മാനേജർ ഡേറ്റ മാനേജ്മെന്റ് ആയിരുന്നു. പ്രത്യേകിച്ച് ഫിഫ വേൾഡ് കപ്പ് കഴിഞ്ഞിരിക്കുന്ന ഒരു സമയമാണ്. നമുക്ക് അതിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാം. മെയിൻലി ഒരു ഡാറ്റ പേഴ്സൺ ആണ് എന്റെ ഒരു അവിടുത്തെ മെയിൻ വർക്ക് വരുന്നത്. അപ്പോ കഴിഞ്ഞ 2014 സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ ബിസിനസ് ഇന്റലിജൻസ് മാനേജർ ആയിരുന്നു. പിന്നെ ഇപ്പോ ഡാറ്റ മാനേജ്മെന്റ്, ഡാറ്റ അനലിറ്റിക്സ് ഒക്കെ. അപ്പോ നമ്മൾ എന്ത് ഇവന്റും എന്ത് കാര്യങ്ങളും ചെയ്യുമ്പോൾ ഡാറ്റ ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, എനി ഫീൽഡ് ഡാറ്റ ഈസ് വെരി ഇമ്പോർട്ടന്റ്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ വി ഹാവ് ഡാറ്റ ഓവർലോഡ്. ദർ ആർ ടു മെനി ഡാറ്റ, ആക്ച്വലി മില്യൻസ് ഓർ ബില്യൻസ് ഓഫ് റെക്കോർഡ്സ് ഓഫ് ഡാറ്റ. അപ്പോ ഇവിടുത്തെ പ്രശ്നം എന്താ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെൻ എ ഡിസിഷൻ മേക്കർ വാണ്ട് ടു മേക്ക് എ ഡിസിഷൻ, ഇഫ് സമൺ ഗീവ്സ് ഹിം ഒരു 20 or 30 പേജ് ഒക്കെ ഉള്ള ഒരു റിപ്പോർട്ടൊക്കെ കൊടുത്ത് ഹി കനോട്ട് മേക്ക് എനിത്തിങ് ഔട്ട് ഓഫ് ഇറ്റ്. അപ്പൊ എന്റെ മെയിൻ വർക്ക് എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ വേൾഡ് കപ്പും ഈ ഓർഗനൈസേഷന്റെയും പിന്നെ ബാക്കിയുള്ള കൺസ്ട്രക്ഷന്റെ ഒക്കെ പല ടൈപ്പ് ഡാറ്റ പല ഫോർമാറ്റിൽ പല സ്ട്രക്ചറിൽ പല ഫ്രീക്വൻസിയിലൊക്കെ വരും. ഈ ഡാറ്റേനെ മുഴുവൻ എടുക്കുക, ആ ഡാറ്റേനെ മുഴുവൻ ട്രാൻസ്ഫോം ചെയ്തിട്ട് ഒരു ഡാറ്റ വെയർ ഹൗസ് എന്നൊക്കെ പറയുന്ന ഒരു കൺസെപ്റ്റിൽ കൊണ്ടു ചെയ്തിട്ട് ഡിഫറെന്റ് ഡാറ്റകളെ ലിങ്ക് ചെയ്യിപ്പിച്ചുകൊണ്ട് നമ്മൾ ഒരു എക്സിക്യൂട്ടീവ്സ് ലെവൽ ഡാഷ്ബോർഡ്സ് അല്ലെങ്കിൽ റിപ്പോർട്ട്സ് ചാർട്ട്സ് ഒക്കെ ഉണ്ടാക്കുക. ലിങ്കേജ് കിട്ടുമ്പോൾ ദേ ക്യാൻ മേക്ക് ഡിസിഷൻ ബേസ്ഡ് ഓൺ ഓക്കെ വെൻ ദിസ് ഹാപ്പൻ ദിസ് ക്യാൻ ഒക്കർ, വെൻ യു ഡു ദിസ് ദാറ്റ് ക്യാൻ ബി എ ഇമ്പാക്ട്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിസിനസ് ഇന്റലിജൻസ് ഒക്കെ ശരിക്കും ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയും. ആ ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റത്തിന് ഉള്ള ഒരു കീ ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യലായിരുന്നു ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ വർക്ക്. ഇതിനെ കുറച്ചും കൂടി ഒന്ന് ഇത് പറയുകയാണെങ്കിൽ നമ്മൾക്ക് ഇപ്പോൾ ടിക്കറ്റ്സിന്റെ ഡാറ്റ ഉണ്ട് ഫിഫയുടെ. ഇതാണ് ഏറ്റവും ആദ്യം നമുക്കിപ്പോ ഞാനിപ്പോ ഇവന്റിനോട് റിലേറ്റഡ്. ഇവിടുത്തെ മെയിൻ ആവശ്യം നമുക്ക് ഓരോരുത്തരും എന്നൊക്കെ ആൾക്കാർ വരാൻ ചാൻസ് ഉണ്ട്, എന്നാണ് കൂടുതൽ റൂം വേണ്ടി വരിക, എന്നാണ് ഖത്തർ എയർവേസിനും അല്ലെങ്കിൽ ബാക്കിയുള്ള ഫ്ലൈറ്റ്സ്. ഇത് വരുന്നതിന് മുമ്പേ ചെയ്താലും നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. അപ്പൊ അവൈലബിൾ ഡാറ്റനെ വെച്ചിട്ട് നമ്മൾ അപ്പോഴത്തെ സിറ്റുവേഷനും ഈ ട്രെൻഡ് വെച്ചിട്ട് ഇറ്റ് ക്യാൻ ഹാപ്പൻ ദിസ് ആൻഡ് ദിസ് ആൻഡ് ദിസ് എന്ന് നമുക്ക് അവർക്ക് പറയാൻ പറ്റും. ഇതിനെ വെച്ചിട്ടാണ് ബാക്കിയുള്ള പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ നടന്നിട്ടുള്ളത്. കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് ഹൈയുടെ ഡാറ്റ കിട്ടി. അപ്പൊ ടിക്കറ്റിന് ഹൈയേനും തമ്മിൽ നമ്മൾ കണക്ട് ചെയ്യിച്ചു. അപ്പൊ പറയും ഇതാണ് പോകുന്നത്. അപ്പൊ അവർക്ക് ഏതാണ് ഏറ്റവും തിരക്കുണ്ടാവാൻ ചാൻസ് ഉള്ള ഡേറ്റ്, അങ്ങനെയാണെങ്കിൽ ആ ദിവസത്തിന് നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ വന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് ബുക്കിംഗ് കിട്ടി, അക്കോമഡേഷന്റെ ബുക്കിംഗും കാര്യങ്ങളും കിട്ടി. അപ്പൊ ടിക്കറ്റും ഹൈയും ബുക്കിംഗും തമ്മിൽ നമ്മൾ കണക്ട് ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഖത്തർ എയർവേസിനൊക്കെ നമ്മൾ ഡാറ്റ കൊടുത്തപ്പോൾ അവരുടെ തരാൻ പറ്റാവുന്ന ഡാറ്റകൾ തന്നു. അപ്പൊ നമ്മൾ യു ആർ ഇന്റർ കണക്ടിങ് ഓൾ കൈൻഡ് ഓഫ് ഡാറ്റ ടു കം അപ്പ് വിത്ത് പ്ലാൻ, ഹൗ ക്യാൻ വി എക്സിക്യൂട്ട്, വാട്ട് ആർ ദ പീക്ക് നൈസ്, വാട്ട് ആർ ദ ലോ ഡിമാൻഡിങ് മാച്ചസ്. അപ്പൊ അതിനനുസരിച്ചിട്ട് ഇവിടുത്തെ ട്രാൻസ്പോർട്ടേഷൻ, ഇവിടുത്തെ ബസ്സിന്റെ റിക്വയർമെന്റ്സ് ഇതൊക്കെ പ്ലാൻ ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിനാവശ്യമുള്ള ഫുൾ ഡാറ്റകളുടെ ഒരു അപ്പൊ എന്റെ ലൈഫേ നമ്പേഴ്സ് ആൻഡ് ഇതിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ എന്നെ പറ്റി എല്ലാവരും പറയുന്ന ഒരു നെഗറ്റീവ്, യു ഓൾവേസ് ടോക്ക് അബൌട്ട് നമ്പേഴ്സ് ആൻഡ് പെർസെന്റേജസ്. വേറൊരു കാര്യമുണ്ട്, നമുക്കിപ്പോ ഈ ഒരു മാച്ച് കാണാൻ പോകുന്ന സമയത്ത് നമ്മൾ ആ മാച്ചിനെ കുറിച്ച് മാത്രമായിരിക്കും ചിന്തിക്കുന്നത്. പക്ഷെ അതിന്റെ പുറകിൽ ഒരുപാട് പണിയെടുക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ ഈ മാച്ചിന്റെ കാര്യം പറഞ്ഞപ്പോ തന്നെ ഒരു കാര്യം പറയാം. എനിക്ക് വന്ന ഒരു ചാലഞ്ചിങ് ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ വേൾഡ് കപ്പിന് ബാക്കിയുള്ള വേൾഡ് കപ്പ് ആയിട്ട് ഉള്ള ഡിഫറൻസ്, there was no other World Cup which you can watch more than one match in a day. Officially we say we can only watch more than one match in a day, but in reality you can even watch even four also. Yes. There are, because it's very close to each other, the stadiums and all. അപ്പൊ നമുക്ക് കിട്ടിയത് ഒരു മാച്ച് അറ്റൻഡ് ചെയ്തിട്ട് അന്ന് തന്നെ വേറെ മാച്ച് അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാർ ആരൊക്കെയാണ്, അവര് ഏത് സ്റ്റേഡിയത്തിൽ നിന്ന് ഏത് സ്റ്റേഡിയത്തിലേക്കാണ് പോകേണ്ടത്, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ സ്റ്റേഡിയത്തിൽ നിന്ന് തന്നെ അവർക്ക് ട്രാൻസ്പോർട്ടേഷൻ അവിടേക്ക് വെക്കാനുള്ള ഒരു സെറ്റപ്പ് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ എന്താ വെച്ചാൽ ഈ ഡാറ്റ അനലൈസ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു ഓക്കെ, സോ ആൻഡ് സോ പേഴ്സൺ വാച്ചിങ് ഫസ്റ്റ് മാച്ച്, ദെൻ ഹി ഈസ് ഗോയിങ് ടു തേർഡ് മാച്ച് ഫ്രം ഹിയർ. സോ കാര്യങ്ങളൊക്കെ അവർക്ക് പ്ലാൻ ചെയ്യാനൊക്കെ പറ്റി.
അങ്ങനെ 10,000-കണക്കിന് ആൾക്കാരുടെ ആ ഒരു ഹാർഡ് വർക്കാണ് ഫിഫ വേൾഡ് കപ്പ് ഖത്തർ 2022 ഇത്രയും മനോഹരമായതും. അതുകൊണ്ട് തന്നെയാണ് ലോകരാജ്യങ്ങളും അതോടൊപ്പം തന്നെ ഫുട്ബോളിലെ ഏറ്റവും ടോപ്പ് ലെവലിൽ ഇരിക്കുന്നവരും ഒക്കെ നമ്മുടെ ഖത്തറിനെ ഇത്രയും ബാനോളം പുകഴ്ത്തിക്കൊണ്ടേയിരിക്കുന്നത്. അതെ അതെ അതെ, കാരണം ഇതറിയില്ല. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതില് വേൾഡിലെ പല ഒരു 100-150 രാജ്യത്തു നിന്നുള്ള ആൾക്കാർ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യക്കാർക്ക് ലൈഫിൽ ഒരിക്കലും ഇത്ര അധികം ഇന്ത്യക്കാര് വാച്ച് ചെയ്തൊരു മാച്ച് ഉണ്ടാവാനും പോണില്ല, അറ്റ്ലീസ്റ്റ് ഫോർ നെക്സ്റ്റ് 50 years ഇതുവരെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. അപ്പോ അതിൽ തന്നെ കുറെ പേര് നമ്മളുടെ ഇന്ത്യക്കാര് കുറെ പേരുണ്ട്, അതുപോലെ തന്നെ മലയാളികളും വളരെ വളരെ കുറെ പേരുണ്ട്. ഈവൻ ഫസ്റ്റ് ഒക്കെ തൊട്ട് ഈവൻ 2010 തൊട്ട് തുടങ്ങിയ ഒരു അമീർ അബ്ദുൽ അസീസ് കൊണ്ടൊരു സ്റ്റാഫ് 2010 ജോയിൻ ചെയ്താണ്. പിന്നെ അതേപോലെ സാഹൽ, ഷാഹിദ്, കല്യാൺ, ഹരീഷ്, അങ്ങനെ കുറെ മലയാളികളും കുറെ പേര് ഇതിൽ ഭാഗമായിട്ടുണ്ട്. ശരിക്കും നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വേൾഡ് കപ്പ് നമുക്ക് അനൗൺസ് ചെയ്ത സമയം മുതൽ ഖത്തറിനാണ് വേൾഡ് കപ്പ് എന്ന് പറഞ്ഞ നാൾ മുതൽ പിന്നെ എല്ലാവരും ഇതിന്റെ പുറകെയായിരുന്നു. അതെ അതെ, അപ്പോൾ മുതൽ തുടങ്ങിയ ആ ഒരു വർക്ക്, അതിന്റെ റിസൾട്ട് ആണ് 2022 ഡിസംബർ 18 അവിടെ ലുസൈൽ സ്റ്റേഡിയത്തിൽ സാക്ഷാൽ മെസ്സിയും അർജന്റീനയും കപ്പ് ഉയർത്തിയത്. അതെ, നമുക്ക് തുടക്കത്തിൽ തന്നെ തുടങ്ങാം. ഇതിന്റെ അനൗൺസ്മെന്റ് വന്നത് 2010 വേൾഡ് കപ്പ് ഖത്തറിന് വന്നതെന്നുള്ള കപ്പ്. ഞാനപ്പോ UAE വർക്ക് ചെയ്യാണ്. അവിടെ ഒരു TV ചാനലിലാണ് വർക്ക് ചെയ്തിരുന്നത്. അപ്പോ അന്ന് തൊട്ടേ തന്നെ നമ്മളെല്ലാരും വളരെയധികം ഹാപ്പി ആയതും, കാരണം വേൾഡ് കപ്പ് ഇവിടെ വരികയാണെന്നുള്ളതൊക്കെ. അത് കഴിഞ്ഞ് 2014 വേൾഡ് കപ്പ് ഞാൻ UAE മറീനയിലാണ് അപ്പൊ താമസിച്ചിരുന്നത്. അപ്പൊ TVയിൽ കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോഴൊന്നും നമുക്ക് ഇത് അറിയുന്നില്ല. അപ്പൊ ആ വേൾഡ് കപ്പ് കഴിഞ്ഞ് കുറച്ച് മാസങ്ങൾക്ക് ശേഷമാണ് എനിക്കിങ്ങനെ ലിങ്ക്ഡിൻ വഴി സഹൽ എന്ന് പറഞ്ഞിട്ട് ആള് ഇവിടെ വർക്ക് ചെയ്യുന്നതാണ്, ഇങ്ങനെ നിങ്ങളുടെ ഒരു പ്രൊഫൈൽ കണ്ടു, ഇന്ന സെക്ഷൻ ഇവിടെ ഒരാൾ ആവശ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞ് എനിക്കൊരു മെസ്സേജ് വരുന്നതും. പിന്നെ അങ്ങനെയൊക്കെയാണ് ഇവിടെ ജോയിൻ ചെയ്തത്. 2014 ഇവിടെ ജോയിൻ ചെയ്തു. അപ്പൊ സത്യം പറഞ്ഞാൽ 2-3 മാസം മുമ്പ് നമ്മൾ വേൾഡ് കപ്പ് കണ്ടിരുന്നിട്ട് 3 മാസം കഴിഞ്ഞപ്പോ അതിൽ ജോയിൻ ചെയ്യാന്നുള്ളത് വലിയൊരു കാര്യം, വളരെ കാര്യമാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ എന്റെ ഈ വർക്ക് കൂടുതലും ഈ ഡാഷ് ബോർഡ്സ് ഉണ്ടാക്കലും റിപ്പോർട്ട്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അൽബിദ ടവറാണ് ഞങ്ങളുടെ ഓഫീസ്. അതായത് ഏറ്റവും ടോപ്പ് 40th ഫ്ലോറിലായിരുന്നു നമ്മൾ ഉണ്ടായിരുന്നത്. അപ്പൊ അവിടെ ഒരു VVIP മോണിറ്ററിംഗ് റൂം എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ ഒരു ദിവസം ഞാൻ എന്റെ ഡെസ്കിന്റെ അവിടെ വരുമ്പോണ്ട് ഷെയ്ഖ് തമീം നമ്മുടെ ഫ്ലോറിൽ, ഈവൻ എന്റെ ഡെസ്കിന്റെ ഒക്കെ അടുത്ത് തന്നെയായിട്ട്. അപ്പൊ എന്ന് വെച്ചാൽ ഹി വാണ്ട് ടു കം ആൻഡ് സീ ദിസ് പ്ലേസ് ആക്ച്വലി. അപ്പൊ അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ സമയത്ത് തന്നെ നമ്മളൊരു ഞെട്ടിപ്പോയ ഒരു ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയതും വിശ്വസിക്കാൻ പറ്റാത്ത പോലത്തെ ഒരു ഇതായിരുന്നു. കാരണം നമ്മൾ കാണാനൊക്കെ ആഗ്രഹിക്കുന്ന വ്യക്തി ഹീസ് റൈറ്റ് ദെയർ ഇൻ ഫ്രണ്ട് ഓഫ് യു എന്നൊക്കെ പറഞ്ഞ പോലെ. അതെനിക്ക് സത്യം പറഞ്ഞാൽ ഇവിടെ വർക്ക് ചെയ്തിട്ട് മറക്കാൻ പറ്റാത്ത ഒരു ഇതായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ജിയാനി ഫിഫ പ്രസിഡന്റ് അതിന് ശേഷം ആള് ഇവിടെ വിസിറ്റ് ചെയ്തിരുന്നു. അപ്പോഴും ഞാൻ ഈ പറഞ്ഞ പോലെ എല്ലായിടത്തും ഡാറ്റ ഉണ്ടെങ്കിലും എല്ലാവരുടെ അതിൽ കുറെ ടൈം ലാപ്സ് മൂവീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ദിസ് വാസ് എ സിറ്റുവേഷൻ 6 months ബിഫോർ, ദിസ് ഈസ് വി ആർ ഹിയർ നൗ, ഇത് സ്റ്റാർട്ട് ചെയ്തത് ഇങ്ങനെയാണ്. അപ്പൊ അങ്ങനെയാണ് നമുക്ക് ഇവർക്ക് ഇതിന്റെ പ്രോഗ്രസ്. അതല്ലെങ്കിൽ ഇഫ് ദേ ഗോ ടു ആക്ച്വൽ സ്റ്റേഡിയത്തിന്റെ പ്ലേസിൽ പോയാൽ ഇവർക്ക് ഇത് അറിയില്ല. അപ്പൊ നമ്മൾ ടൈം ബൗണ്ട് ആയിട്ടുള്ള ടൈം ബേസ്ഡ് ടൈം ലാപ്സ് മൂവീസും പ്രോഗ്രസും എല്ലാ സ്റ്റേഡിയത്തിന്റെയും കാണിച്ചു കൊടുത്തു. അതേപോലെ തന്നെ വി ഹാഡ് ആക്സസ് ടു ഓൾ ദ മെട്രോ വർക്ക്സ് ഓൾസോ. സോ ആക്ച്വലി ഇൻ ഫ്രണ്ട് ഓഫ് ഹിം ഹി സീയിങ് ഓൾ ദോഹ ഈസ് പ്രോഗ്രസിംഗ് ഫോർ ലാസ്റ്റ് ഫ്യൂ ഇയേഴ്സ്, വെയർ ഇറ്റ് വാസ് ബിഫോർ ആൻഡ് വെയർ ദേ ആർ നൗ. സോ ഇറ്റ് വാസ് എ വെരി ആക്ച്വലി ആൾക്ക് വളരെ ഹാപ്പി ആയി. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഡാഷ് ബോർഡ്സും, അപ്പൊ നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്ത ഒരു സാധനം നമുക്ക് വേൾഡിലെ വൺ ഓഫ് ദ ടോപ്പ് 4-5 പേഴ്സൺസിലൊക്കെ പെടാവുന്ന ഒരു വ്യക്തിക്കൊക്കെ കാണിക്കാന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് എ വെരി, അപ്പൊ അത് ഈവൻ മൈ ഹാൻഡ് വാസ് ഷിവറിങ് ആക്ച്വലി, ബിക്കോസ് ഞാനാണ് അത് കാണിക്കുന്നുണ്ടായിരുന്നത്. വൺ ഓഫ് ദ എന്താ പറയുക മെമ്മറബിൾ ഇൻസിഡന്റ് ആയിരുന്നു. പിന്നെ ഷെയ്ഖ് തമീമിന്റെ ബ്രദർ ഷെയ്ഖ് മുഹമ്മദ് ഒരു പ്രാവശ്യം ഈ പറഞ്ഞ ഓഫീസിൽ വന്നിരുന്നു. അൺഒഫീഷ്യൽ പോലത്തെ ഒരു വിസിറ്റ് ആയിരുന്നു. അപ്പൊ ഒരു 15 minutes ആൾക്ക് മൊത്തം ഇതിന്റെ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാനും മെമ്മറബിൾ ആയിട്ടുള്ള ഇൻസിഡൻസ് ഒക്കെയാണ് ഇവിടെ വെച്ചിട്ട് ഉണ്ടായിരുന്നത്. ആ സമയത്ത് ഫുട്ബോൾ പ്ലേയേഴ്സ്, ലെജൻഡ്സ് അങ്ങനെയുള്ളവർ മീറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. റോബർട്ടോ കാർലോസ് ഒരു പ്രാവശ്യം അവിടെ വന്നിട്ടുണ്ടായി, റോബർട്ടോ അവർക്കും. അപ്പൊ ആ ടൈമിൽ എന്താ വെച്ചാൽ ഒരു വിസിറ്റേഴ്സ് വരുമ്പോൾ നമ്മളാണ് അവരുടെ ഈ പ്രോഗ്രസും കാര്യങ്ങളൊക്കെ കാണിച്ചിരുന്നത്. റോബർട്ടോ കാർലോസ്, പിന്നെ നമ്മളെ സ്പെയിനിന്റെ വേൾഡ് കപ്പ് ക്യാപ്റ്റൻ ഐക്കർ ആളും ഇവരൊക്കെ വന്നിരുന്നു. ഇവരൊക്കെ വന്നിട്ട് ഇതേപോലെ ഇവർക്ക് ഡെമോൺസ്ട്രേഷൻ ചെയ്യാനോ അതേപോലെ തന്നെ നമുക്ക് അവർ വെച്ച് ഫോട്ടോ എടുക്കാനൊക്കെ ഉള്ള ചാൻസസ് ഒക്കെ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ മലയാളം മൂവി പ്രൊഡ്യൂസർ കൂടിയാണ്. ഏതാണ് മൂവി എന്ന് കുറച്ച് നേരം മുമ്പേ ചെറിയ സസ്പെൻസ് കൊടുത്തേ ഉള്ളൂ. ആ ഒരു മൂവി ഏതാണ് എന്ന് ഇപ്പോൾ നമ്മൾ പറയാൻ പോവുകയാണ്. സസ്പെൻസ് എന്നുള്ള വേർഡ് യൂസ് ചെയ്തപ്പോ ഈ പടത്തിനും ഏറ്റവും കൂടുതൽ ആൾക്കാർ ഞങ്ങളിൽ കൂടുതൽ ബാക്കിയുള്ള ഒരു 1.5 സസ്പെൻസ് എന്ന് പറഞ്ഞിരുന്ന ഒരു മൂവിയാണ് ട്വിസ്റ്റ്. ഇത് 2013 റിലീസ് ചെയ്ത പൃഥ്വിരാജ്, ജയസൂര്യ, റഹ്മാൻ ലീഡ് റോളിൽ അഭിനയിച്ച, റോഷൻ ആൻഡ്രൂസ് ഡയറക്ട് ചെയ്ത, ബോബി സഞ്ജയ് സ്ക്രിപ്റ്റ് ചെയ്ത, എന്റെ ബ്രദേഴ്സായ നിസാദ്, നിയാസ്, ഞാൻ മൈസെൽഫ് നിവാസ് ഞങ്ങള് പ്രൊഡ്യൂസ് ചെയ്ത മൂവിയാണ്. ഇത് ഇപ്പോ നമ്മളിത് റിലീസ് ചെയ്തിട്ട് 10 വർഷമായി. അപ്പൊ സോ ഐ ഫീൽ വെരി ഒരു പ്രത്യേക
മെമ്മറിയാണ് അതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ തന്നെ. ഇപ്പൊ 10 വർഷം മുമ്പ് ഈ സമയത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വർക്കിംഗ് ഇൻ UAE ദാറ്റ് ടൈം. അപ്പൊ എല്ലാ വീക്കെൻഡ്സിലും ഞാൻ പോവും. എന്റെ യങ്ങർ ബ്രദർ നിസാം അവിടെ ഉണ്ടായിരുന്നു, പിന്നെ നിസാദ് നിയാസ്, ഇവരെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ അവിടെ UAE അവർക്ക് ബിസിനസ് ആയിരുന്നു, ഞാനാണ് വർക്ക് ചെയ്തിരുന്നത്. ഇപ്പൊ 10 വർഷമായി എന്നുള്ളത് ഇപ്പോഴേ തന്നെ ആലോചിക്കാൻ പറ്റില്ല. ഇപ്പോഴും നമ്മൾ എല്ലാ വർഷവും ഇതും റിലീസ് ചെയ്ത May 3 അത്രയധികം പോസ്റ്റുകളും കമന്റുകളും ഇതിനെപ്പറ്റി വരാറുണ്ട്. പിന്നെ പൃഥ്വിരാജ് തന്നെ ഒരു പ്രാവശ്യം പറഞ്ഞത് ഈ കുറെ മൂവി അഭിനയിച്ചിരുന്നു, 100+ ഒക്കെ, അന്ന് 80+ ആണെന്ന് തോന്നുന്നു, അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ അപ്രീസിയേഷൻ കിട്ടിയിട്ടുള്ളത് ഈവൻ ഇപ്പൊ ചോദിച്ചാൽ പോലും ഇറ്റ് മേ ബി ഇൻ top 3 or top 5 in his career. For me it may be top 1, but for him it may be top 5 മൂവിയാന്നാണ് പറയുന്നത്. ഇനി മൂവിയുടെ പേര് നമ്മൾ പറഞ്ഞില്ല, ഓൾറെഡി എല്ലാവർക്കും മനസ്സിലായി കാണും, മുംബൈ പോലീസ്. യെസ്, മുംബൈ പോലീസ് എന്ന മൂവിയുടെ വൺ ഓഫ് ദ പ്രൊഡ്യൂസർ ആണ് ഇപ്പോ നമ്മുടെ കൂടെ നിങ്ങളാണ് താരത്തിൽ ഉള്ളത്, നിവാസ് ഹനീഫ. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് മൂവിയിലേക്ക് പോവാം. കാരണം ആ ഒരു സമയത്ത് പ്രൊഡ്യൂസർ ഏറ്റവും കൂടുതൽ ചങ്കടിപ്പുള്ളത് എപ്പോഴും പ്രൊഡ്യൂസർമാർക്കാണ്. കാരണം പൈസ പോക്കറ്റിൽ നിന്ന് പോകുന്നത് പ്രൊഡ്യൂസർമാർ. ആ പ്രൊഡക്ഷനിൽ പോണതിന് മുമ്പ് ആ പടം കഴിഞ്ഞതിന് ശേഷം പിന്നെ എനിക്കുണ്ടായ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഓരോ മൂവി കാണുമ്പോഴും അതിൽ ഇത്ര പേര് അവർ ഇന്നിട്ടിരിക്കുന്ന ഡ്രസ്, ബാക്ക്ഗ്രൗണ്ടിലെ സെറ്റിങ്സ്, ഇതൊക്കെ കാണുമ്പോ അപ്പോ 4 ലക്ഷം. പിന്നെ അതേപോലെ ഈച്ച് ആൻഡ് സീൻ. അപ്പൊ എനിക്ക് ചില പടം കോസ്റ്റ്യൂഡ്, അപ്പൊ നമുക്ക് ചില മൂവി കാണുമ്പോ ഇടയ്ക്ക് ചില ടൈമിൽ ഫുള്ള് അത് എൻജോയ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ വൈഫിനോട് പറയും ഈ സീനിന് മാത്രം ഇത്ര ലക്ഷം വേണം, അപ്പൊ നിങ്ങളത് മൂവി എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനത്തെ ഒക്കെ ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. നമ്മളെ മൂവിയുടെ ടൈമിൽ തന്നെ അറിയാലോ, റോഷൻ ആൻഡ്രൂസ് വൺ ഓഫ് ദ ബെസ്റ്റ് ടെക്നീഷ്യൻ ആണ്. അവന്റെ ടീമും അവൻ എപ്പോഴും ബെസ്റ്റ് ടീംസിന് തന്നെയാണ് വെക്കാറ് മൂവിയിൽ. അപ്പൊ നമ്മളുടെ ആക്ഷൻ ഡയറക്ടർ ആയിട്ട് അലൻ അമീൻ എന്ന് പറഞ്ഞിട്ട് ബോളിവുഡ് ആക്ഷൻ ഡയറക്ടറാണ് വന്നത്, ധൂമിന്റെ. അപ്പൊ ധൂമിന്റെ സ്കെയിലും നമ്മളെ സ്കെയിലും തമ്മിൽ അവരുടെ ആക്ഷന് മാത്രമുള്ള ബഡ്ജറ്റ് പോലും നമ്മളുടെ ടോട്ടൽ മൂവിക്ക് ഉണ്ടാവില്ല. മൂവി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഇവനൊരു ആക്സിഡന്റ് പറ്റിയിട്ടാണല്ലോ മെമ്മറി ലോസ് ഒക്കെ വരുന്നത്. അതിന് വേണ്ടിയിട്ട് ബോളിറോന്റെ ഒക്കെ ജീപ്പ് തന്നെ 2-3 എണ്ണം വേണം ആദ്യം റിഹേഴ്സലിനും കാര്യങ്ങളൊക്കെ. അവസാനം നമ്മള് പറഞ്ഞ് കൺവിൻസ് ചെയ്തിട്ടൊക്കെയാണ് മാക്സിമം മിനിമം ലെവലിലൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയത്. അപ്പൊ അങ്ങനെ എനിക്ക് പൊട്ടിച്ചു കളയാനായിട്ട് ഒരു 2-3 ജീപ്പ് വേണമെന്നൊക്കെ. അതെ. പിന്നെ വേറൊരു എന്ന് വെച്ചാൽ അറിയാലോ, നമ്മള് ഫസ്റ്റ് ടൈം പ്രൊഡ്യൂസർ ആണ് നമ്മള്. അപ്പൊ ഞാൻ പോയിട്ട് എന്റെ ബ്രദേഴ്സിനോട് പറഞ്ഞ് എന്റെ അടുത്തുള്ളൊരു കൺവിൻസ് ആയതുകൊണ്ടാണ് അവരും ഒക്കെ പറഞ്ഞത്. നമ്മള് പടം ഷൂട്ടിംഗ് തുടങ്ങി. നിങ്ങളാണ് താരം. അപ്പോഴേ ഈ ഒരു വേൾഡ് കപ്പ് ഒക്കെ കഴിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും വലിയൊരു വിഷമം എല്ലാവർക്കും ഉണ്ടാകും. എനിക്ക് തോന്നുന്നു നിങ്ങൾക്കൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി കൂടുതലുണ്ടാകും. കാരണം 24 hours വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പറയാം. ഈ വേൾഡ് കപ്പിന്റെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കുറെ കാര്യങ്ങൾ പറഞ്ഞെങ്കിൽ വേൾഡ് കപ്പിന്റെ ടൈം ആയപ്പോ നമുക്ക് എല്ലാവർക്കും അറിയായിരുന്നു വി ആർ ഓൾ വർക്കിംഗ് ഫോർ 10 or whatever years. ഇതിന്റെ ഈ വേൾഡ് കപ്പ് ഡെലിവറിക്ക് ആയിരുന്നു എന്നുള്ളത് അറിയാം. അപ്പൊ ഈ വേൾഡ് കപ്പിന്റെ ടൈമിൽ സത്യം പറഞ്ഞാൽ വി വർ എക്സ്ട്രീംലി ബിസി. അപ്പൊ നമ്മൾ ഇത്രത്തോളം മാച്ചൊക്കെ കാണാൻ പറ്റുന്നൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ കണ്ടെങ്കിലും അത്രത്തോളം പറ്റിയില്ല. പിന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാല് വേറൊരു സ്റ്റേജ് എന്ന് വെച്ചാൽ ഞാൻ ഇവിടെ സൂക്ക് വാക്കിഫിലൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഭയങ്കരമായിട്ടൊന്നും ഫീൽ ചെയ്തിട്ടുണ്ടായില്ല. എന്റെ ബ്രദേഴ്സും കസിൻസ് വരലും പിന്നെ പുറത്തുനിന്ന് എല്ലാവരും സൂക്ക് വാക്കിഫ് എന്ന് പറഞ്ഞപ്പോഴാണ് വേൾഡ് കപ്പ് കഴിഞ്ഞിട്ട് പോയപ്പോഴാണ് ഇത് ഒരു പ്രത്യേക സ്ഥലം തന്നെയാണെന്ന് നമുക്ക് ഫീൽ ചെയ്തത്. അപ്പോ ആസ് ഒരു നഷ്ടം പോലെ ഉണ്ടായതെന്ന് വെച്ചാൽ ആ ടൈമിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യേണ്ട സമയമായതുകൊണ്ട് വേൾഡ് കപ്പ് ടൈമിനെ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റിയില്ല. പക്ഷേ വി ആർ ഹിയർ ഫോർ ദാറ്റ്. ആക്ച്വലി വി ഷുഡ് ബി വർക്കിംഗ് ടു ഡെലിവർ ദ വേൾഡ് കപ്പ് ആക്ച്വലി. സോ ആ രീതിയിൽ ഹാപ്പി. പക്ഷെ മിസ് എന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ നമുക്കത് ഫുള്ളി എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. ഓക്കെ, അപ്പോ എത്ര ഫുട്ബോൾ മാച്ചുകൾ എൻജോയ് ചെയ്യാൻ പറ്റി? കാരണം എന്ന് പറയുന്നത് ഫുൾ വർക്ക് ലോഡ് ആയിരിക്കും. അതിനിടയിൽ എത്ര മാച്ചുകൾ കാണാൻ പോകാൻ പറ്റി? ഞാൻ 4 മാച്ചുകളാണ് 64 മാച്ചുകൾ ഉള്ളതിൽ 4 മാച്ചുകളാണ് കാണാൻ പറ്റിയത്. അത് വേറൊരു കാര്യമുണ്ട്, നേരത്തെ പറഞ്ഞതുപോലെ അതിന് സുഗമമായിട്ടുള്ള പാതയൊരുക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ. ഏതൊക്കെയായിരുന്നു കണ്ട മാച്ചുകൾ? അർജന്റീനയുടെ കണ്ടിരുന്നു, ബ്രസീലിന്റെ, പിന്നെ നമ്മുടെ മൊറോക്കോ, പോർച്ചുഗൽ ആ മാച്ച് കണ്ടിരുന്നു. ഇതൊക്കെ തന്നെ ഈ പറഞ്ഞ ബ്രസീലിന്റെ 2 കളി തന്നെ. ഓക്കെ, അപ്പൊ ഇനി ഫാമിലിയെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്റെ വൈഫ് ഷജീറ MES ഇംഗ്ലീഷ് സെക്ഷൻ ഹെഡ് ആണ്. MES പുതിയ സ്കൂളിൽ വർക്ക് ചെയ്യുന്നു. പിന്നെ ഇവിടെ മുമ്പ് ഒരു പ്രോഗ്രാമിന് ഷെഫിന്റെ അടുത്ത് തന്നെ റേഡിയോ ട്രാവലറിൽ ഞങ്ങളൊരു ഗ്രീസ് ട്രിപ്പിനെ പറ്റിയിട്ട് പറയാനായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ എന്റെ മോള് നിവാസ് എന്ന് പറയും. അവള് രാജഗിരിയിൽ ഗ്രേഡ് 10 ആണ്. അവള് നന്നായിട്ട് പാടും. അവള് തുടങ്ങിയ പിന്നെ ഞാൻ പാട്ട് നിർത്തി. അവൾ തന്നെ പാട്ട് സത്യം പറഞ്ഞാൽ ഷീ ഡിഡ് ദ ലിറിക്സ്, പിന്നെ എന്റെ
അതിന്റെ മ്യൂസിക്കും അവൾ തന്നെ പാടി. നിതു ഒഫീഷ്യൽ എന്നൊക്കെ കൊണ്ട് ഒരു ഇൻസ്റ്റാഗ്രാം ചാനലും കാര്യങ്ങളൊക്കെ. ഗ്രേഡ് 10 ആയതുകൊണ്ട് പിന്നെ നമ്മൾ പതുക്കനെ ഇത് ചെയ്തിരിക്കുകയാണ്. മിക്ക എവറി ഇയറിൽ അവൾക്ക് മ്യൂസിക്കിൽ വെസ്റ്റേണിനൊക്കെ ഫസ്റ്റ് ഒക്കെ കിട്ടാറുണ്ട് രാജഗിരി സ്കൂളിൽ. പിന്നെ നിസ്വാൻ എന്റെ കൂടെ ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ നിസ്വാൻ ഇവനാള് IT ഫുൾ ടെക്കിയാണ്. നമ്മളേലും കൂടുതൽ അന്നയിലും ഞാനൊരു കമ്പ്യൂട്ടർ എക്സ്പെർട്ട് എന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ അന്നയിലും കൂടുതൽ എക്സ്പെർട്ട് ഇപ്പോഴേ അവനാണ്. അവന് സ്വന്തം ചാനലും കുറെ സ്ക്രാച്ച് പ്രോഗ്രാമിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് നിസ്ബ്രോ എന്ന് പറഞ്ഞിട്ട് ചാനലൊക്കെ ഉള്ള ആളാണ്. പിന്നെ താഴെയുള്ള നിഹ്വാൻ അവനും ഇതേപോലെ ബ്രദറിന്റെ പോലെ ഗെയിമും കാര്യങ്ങളൊക്കെ ആയിട്ട് അവന് ഗ്രേഡ് 2. അപ്പോ ഇനി അടുത്ത മൂവി നിവാസ് ആൻഡ് ബ്രദേഴ്സിന്റെ ഭാഗത്ത് നിന്ന് വരാനുള്ള സാധ്യത ഇനി ഉണ്ടാവും. കാരണം ഇപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി കഴിഞ്ഞ ഫ്രീ ആണല്ലോ. പിന്നെ അടുത്ത അപ്പൊ അതിനനുസരിച്ച് നെക്സ്റ്റ് ജോബ് എവിടെയാണ്, നെക്സ്റ്റ് ജോബിന്റെ ബിസി എങ്ങനെയാണ്, ഇതിനൊക്കെ അനുസരിച്ചിട്ട് ആണ് അത് വരിക. പക്ഷെ എന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ട് സത്യം പറഞ്ഞു. ഇതിപ്പോ സത്യം പറഞ്ഞാൽ നമ്മൾ ഞാൻ പറഞ്ഞ പോലെ മൂവി ഇറങ്ങിയത് 2013. അതിന്റെ കഴിയുമ്പോഴത്തേന് 2014 ജോയിൻ ചെയ്തു. 2014 തൊട്ട് 22 വരെ കഴിഞ്ഞതേ ഓർമ്മയില്ലാത്ത പോലെയാണ്. പിന്നെ ഇതിലും വലിയൊരു പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യാനില്ല. ഇപ്പോ ചാൻസസ് ഉണ്ട്. നമുക്ക് ഇപ്പോഴും ഇടയ്ക്ക് ചില ഒരു സ്ക്രിപ്റ്റ് ചില ത്രെഡ് പറയാനൊക്കെ വിളിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും റേഡിയോ മലയാളം 98.6 എല്ലാവിധ വിഷസ് ആൻഡ് സപ്പോർട്ട് അറിയിക്കുകയാണ്. ഇനിയും വർക്കിന്റെ കാര്യത്തിലായി കഴിഞ്ഞാലും അല്ലെങ്കിൽ മൂവിയുടെ പ്രൊഡക്ഷന്റെ കാര്യം ആയി കഴിഞ്ഞാലും ഒക്കെ എല്ലാം ഗംഭീരമായി അങ്ങോട്ട് മുന്നോട്ട് പോകട്ടെ. താങ്ക് യു. നിങ്ങളാണ് താരം നിങ്ങളാണ് താരം വിത്ത് RJ ഷിഫിൻ.